പ്രകാശിന്റെ ഒക്കെ ചിത്രങ്ങൾ തുടർച്ചയായി പുറത്തു വന്നിരുന്നല്ലോ പോറ്റിയുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു ഫോട്ടോ കൂടി പുറത്തു വരികയാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ആകെ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ എന്നാണ്. ആ വാദം പൊളിയുന്നതാണ്. അന്വേഷിക്കട്ടെ. കടകംപള്ളി സുരേന്ദ്രന്റെ പേരിൽ അന്വേഷണം നടത്താൻ വേണ്ടി വന്ന സമയത്ത് അതിനെ നിരുത്സാഹപ്പെടുത്താനോ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട് തടയാനോ ശ്രമിച്ചിട്ടില്ലല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ ഇനിയും ചോദ്യം ചെയ്യണമെന്ന് അവർ ചോദ്യം ചെയ്തോട്ടെ. ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്തോട്ടെ. ഒരാശങ്കയും ഞങ്ങൾക്ക് അക്കാര്യത്തിലില്ല. ഏതെങ്കിലും ആളുകൾ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, കുറ്റക്കാരാണെങ്കിൽ അവർക്ക് ഈ പാർട്ടി തുടരാൻ കഴിയുമില്ല. അതിലെല്ലാം കർശനമായ സമീപനം പാർട്ടി സ്വീകരിക്കുന്നുണ്ട്. ഈ ആന്റോണിയുടെ കാര്യത്തിൽ ശബരിമല വിഷയത്തിലല്ല, അല്ലാതെ സാമ്പത്തിക ക്രമക്കേടിൽ ഇ ഡി അന്വേഷണം വരുന്നുണ്ട്. അപ്പൊ അതിന് CPM സ്വാഗതം ചെയ്യുന്നുണ്ട്. അത്ര ഇ ഡി അന്വേഷണങ്ങൾ അല്ലല്ല, അതിപ്പോ ഇ ഡി ഞങ്ങളൊരു നിലപാട് പറയേണ്ട വിഷയമല്ല. അത് കോൺഗ്രസ് തന്നെ പരിശോധിച്ച് അവർ തന്നെയാണ് ആ കാര്യത്തിലുള്ള നിലപാട് പറയേണ്ടത്. ഇപ്പോ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ അന്വേഷണം എന്നൊക്കെ കോൺഗ്രസിന്റെ ചില നേതൃത്വം പറയുന്നുണ്ട്. അവര് വ്യക്തമാക്കട്ടെ. അത് ആ കാര്യത്തെക്കുറിച്ച് ഇപ്പൊ ഒരു അഭിപ്രായം പറയാൻ ഞങ്ങളാളല്ല. എന്താണ് അതിന്റെ സ്ഥിതിഗതി എന്നുള്ളത് പരിശോധിച്ച് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയൂ. ഈ ബ്രഹ്മഗിരിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ 130 കോടിയോളം രൂപ നിക്ഷേപം മേടിച്ചിട്ടാണല്ലോ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നിരവധിയായിട്ടുള്ള ആളുകൾ പാർട്ടി കുടുംബങ്ങളിൽപ്പെട്ടവരാണ്, പാർട്ടി നേതാക്കൾ, പോഷക സംഘടനയിൽപ്പെട്ടവരൊക്കെയാണ് ഉള്ളത്. അല്ലാത്തവരുണ്ട്. വലിയ ദുരിതത്തിലാണ് അവരുള്ളത്. പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമല്ലേ ഈ പണം തിരിച്ചു കൊടുക്കുക? ഉത്തരവാദിത്തമുള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ ഗവൺമെന്റ് 10 കോടി രൂപ അനുവദിച്ചില്ലേ. ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതൊരു നല്ല അംഗീകാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതിനെ റിവൈവ് ചെയ്ത് അതിനെ ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അത് റിവൈവ് ചെയ്യുന്നതിന്റെ മുറയ്ക്ക് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു സ്ഥാപനം നടത്തി ഇത് വിഷമസന്ധിയിലേക്ക് പെട്ടതാണ്. അതുകൊണ്ട് ആ സ്ഥാപനം വഴി തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി എല്ലാ ഡെപ്പോസിറ്റുകാർക്കും അവരുടെ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഗവൺമെന്റ് കാണുന്നത്. അതിന്റെ ഭാഗമാണ് ഇതിന്റെ പ്രവർത്തനം സജ്ജമാക്കുന്നതിന് വേണ്ടി 10 കോടി രൂപ അനുവദിക്കാൻ ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആരെങ്കിലും ഇത് തട്ടിപ്പ് നടത്തി പോയതല്ല, ഒരു ബിസിനസ് നടത്തി പൊളിഞ്ഞുപോയി. അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ 100% നിറവേറ്റി പോകത്തക്ക നിലയിലുള്ള ശ്രമമാണ് ഈ സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചാരിറ്റബിൾ സൊസൈറ്റി മാത്രമല്ലേ സഖാവേ ഇത്? പ്രത്യേകിച്ച് ഇത്രയും കോടികൾ രൂപയൊക്കെ നിക്ഷേപം മേടിക്കാൻ നിയമം അംഗീകരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ കള്ളപ്പണം വരെ നിക്ഷേപിച്ചു എന്നാണ് ഈ അടുത്തൊരു വെളിപ്പെടുത്തലുണ്ടായത് ബ്രഹ്മഗിരിയിൽ. അത് വെളിപ്പെടുത്തലല്ലേ, ഫോട്ടോ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് നിക്ഷേപം. വസ്തുതയായിട്ട് ബന്ധമില്ലല്ലോ. അതിന് വസ്തുതയായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ട നടപടികൾ എടുത്ത് പോകുമല്ലോ. ഇപ്പോൾ കൃത്യമായിട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്.